നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുവന്നൂരിൽ പിടിമുറുക്കിയത് തുടക്കം മാത്രം. ഇഡിയുടെ നീക്കത്തിൽ ഞെട്ടുകയാണ് CPM. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെല്ലാം പരിശോധനയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുമ്പോൾ കോടാനുകോടികളുടെ തിരിമറികൾ പുറത്തുവരുമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി പ്രതീക്ഷിക്കുന്നു. കരുവന്നൂരിന് പിന്നാലെ മിക്ക സഹകരണ ബാങ്കുകളിലെയും വൻ തട്ടിപ്പ് പുറത്തു വന്നിരുന്നു. CPMന് പുറം പൊളിയുന്ന അടിയാണ് ഇതിലൊക്കെ കിട്ടിയത്. കാരണം പുറത്തു വന്ന പല സഹകരണ ബാങ്കുകളുടെയും തട്ടിപ്പിൽ CPM ആണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ED വീണ്ടും പിടിമുറുക്കുമ്പോൾ പിന്നിൽ കേന്ദ്രത്തിന്റെ വ്യക്തമായ കളിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂരിൽ കയറി ശക്തമായ നീക്കം നടത്തിയത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അടപടലം CPMനെ പൂട്ടാനുള്ള കളിയാണിത്. മാത്രമല്ല, CPM നേതാവിനെ കരുവന്നൂരിൽ പ്രതി ചേർത്തു, സ്വത്തുക്കൾ മരവിപ്പിച്ചു. CPM ഇതോടെ ഇളകി നിൽക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെല്ലാം പരിശോധനയെന്ന് ED വ്യക്തമാക്കുന്നത്. ബിനാമി അനധികൃത വായ്പകൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് നീങ്ങുകയാണ്. ഇതിൽ കൂടുതലും CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണ്. കരുവന്നൂരിൽ നിന്ന് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് EDയുടെ നീക്കം. കേരളത്തിലെ സഹകരണത്തിൽ ശുദ്ധികലശത്തിനാണ് EDയുടെ ശ്രമമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. കരുവന്നൂരിൽ കൂടുതൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതും പരിഗണനയിലുണ്ട്. സഹകരണ ബാങ്കുകളിലെ സ്വർണ്ണലേലം ക്രമക്കേടുകളിലും ED അന്വേഷണം നടത്തും. യഥാർത്ഥ മൂല്യത്തിലും കുറച്ച് സ്വർണം ലേലം ചെയ്തുള്ള കമ്മീഷൻ ഇടപാടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ട്. കരുവന്നൂർ കേസിൽ ED നടപടി സ്ഥിരീകരിച്ച് CPM രംഗത്ത് വന്നിരുന്നു. സ്വത്ത് കണ്ടുകെട്ടിയതായും അക്കൗണ്ട് മരവിപ്പിച്ചതായും പാർട്ടി സ്ഥിരീകരിച്ചു. തൃശൂർ പൊറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ ഭൂമി ED കണ്ടുകെട്ടി. 4.66 സെന്റർ ഭൂമിയാണ് ED കണ്ടുകെട്ടിയതും CPM വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2 സ്ഥിര നിക്ഷേപങ്ങളും ചില അക്കൗണ്ടുകളും മരവിപ്പിച്ചുവെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. EDയെ BJP ദുരുപയോഗം ചെയ്യുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിമർശനവും വന്നു. ഇങ്ങനെ CPM വിമർശനം ഉന്നയിക്കുമ്പോഴാണ് കൂടുതൽ ബാങ്കുകളിലേക്ക് ED അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. തൃശൂരിലെ കരുവന്നൂരിലേതിന് സമാനമായി മറ്റ് പല സഹകരണ ബാങ്കുകളിലും അനധികൃത വായ്പകൾ തരപ്പെടുത്തി നൽകി കോടികൾ സംഭാവന കൈപ്പറ്റിയെന്ന പരാതികൾ EDക്ക് മുന്നിലുണ്ട്. ഇതും ഗൗരവത്തോടെ എടുക്കും. കരുവന്നൂരിന് പുറമെ 12 സഹകരണ ബാങ്കുകളിൽ കൂടി നിയമലംഘനം നടന്നതായി ED കണ്ടെത്തിയിരുന്നു. 8 ബാങ്കുകൾ അന്വേഷണം നേരിടുന്നുമുണ്ട്. ഇവിടെ കൂടുതൽ ശ്രദ്ധ ED കേന്ദ്രീകരിക്കും. സ്വർണ്ണ വായ്പയടക്കം നൽകുന്നതിൽ വലിയ തട്ടിപ്പുണ്ടെന്നാണ് നിഗമനം. ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPMന്റെ 63.62 ലക്ഷം രൂപയുടെ സ്വത്ത് വകകൾ ED കണ്ടുകെട്ടിയിരുന്നു. കരുവന്നൂരിൽ CPMന് ലഭിച്ചത് അനധികൃത വായ്പകൾക്കായി നേതാക്കൾ ഇടപെട്ടതിന്റെ കമ്മീഷനാണെന്നും കണ്ടെത്തി. സമാനമായി മറ്റ് സഹകരണ ബാങ്കുകളിലും നടന്നിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇതിൽ ചിലത് കോൺഗ്രസ് ഭരണത്തിലുള്ളതാണ്. വായ്പാ തട്ടിപ്പ് നടന്ന അയ്യന്തോൾ, മാരായമുട്ടം, കണ്ടല, ചാത്തന്നൂർ, മൈലപ്ര, മാവേലിക്കര, തുമ്പൂർ, നടക്കൽ, കോന്നി റീജിയണൽ, BSNL എഞ്ചിനീയേഴ്സ്, മൂന്നിലവ്, പെരുകാവില എന്നീ 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ ED ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇവിടങ്ങളിലും രാഷ്ട്രീയ പങ്കാളിത്തത്തോടെ കമ്മീഷൻ ഇടപാടുകൾ നടന്നോ എന്നാണ് അന്വേഷണം. സമഗ്ര അന്വേഷണം നടത്താനാണ് ഇപ്പോൾ നീക്കം. എന്തായാലും സഹകരണ ബാങ്കുകളിൽ പിടിമുറുക്കാനാണ് EDയുടെ നീക്കം. BJP സർക്കാർ, അതായത് കേന്ദ്ര സർക്കാർ കുറെ കാലങ്ങളായി കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഒന്ന് കൈകടത്താൻ പല അടവും നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. ഒടുവിൽ EDയുടെ രൂപത്തിൽ കേന്ദ്രം കേരളത്തിൽ ഇടപെടുകയാണ്. സഹകരണ ബാങ്കുകളിലെല്ലാം കൃത്യമായ അന്വേഷണം നടത്തുമെന്നാണ് ED പറയുന്നത്. ഇതിൽ കേന്ദ്രത്തിന്റെ ചില രാഷ്ട്രീയ കളികളും ഉണ്ടെന്നത് എല്ലാവർക്കും അറിയാം. എങ്കിലും കേരളത്തിൽ നടന്നിരിക്കുന്നത് വൻ ക്രമക്കേടുകൾ തന്നെയാണ്. അതിൽ ഒരു സംശയവും ഇല്ല. കൃത്യമായ അന്വേഷണം നടന്നാൽ, കേന്ദ്രം വെറും രാഷ്ട്രീയം കളിക്കുകയല്ല എങ്കിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ എല്ലാ വിവരങ്ങളും പുറത്തുവരും. CPM ആടപാടലം അകത്താകുകയും ചെയ്യും.